പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി പഠിച്ചു കഴിഞ്ഞു. 15 പ്രത്യേക ഏജൻസികൾ. ഇനി ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ കൂടാതെ സ്വതന്ത്ര ഏജൻസികളുണ്ട്. നമുക്കറിയാം, പ്രത്യേക ഏജൻസികൾ കോർഡിനേറ്റ് ചെയ്യുന്നത് സാമൂഹിക സാമ്പത്തിക സമിതിയാണ്. അതുകൊണ്ടാണ് മറ്റ് ഏജൻസികളെ സ്വതന്ത്ര ഏജൻസികൾ എന്ന് വിശേഷിപ്പിക്കുക. സ്വതന്ത്ര ഏജൻസികളുടെ ഭാഗത്തു നിന്ന് PSC ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്ക് പ്രാധാന്യത്തോടു കൂടി പഠിച്ചുറപ്പിക്കാം. ആദ്യം നമ്മൾ പറയുന്നു ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. രൂപീകൃതമായത് 1946 ആസ്ഥാനം ജനീവയാണ്. ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് ഒരു ചാർട്ടർ, അതായത് ഒരു നിയമാവലി തയ്യാറാക്കി. അതിന് നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാറുണ്ട്. ഈ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം ലോകത്തെ അറിയിക്കുന്നത്, അഥവാ ആദ്യമായി അംഗീകരിക്കുന്നത്, അഥവാ പ്രഖ്യാപിക്കുന്നത് 1948 ഡിസംബർ മാസം പാരീസിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ടാണ്. നമ്മൾ പൊതുസഭ എന്ന ഘടകം പഠിച്ചു അല്ലെ? എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാതിനിധ്യമുള്ള സഭയാണ് പൊതുസഭ. ആ പൊതുസഭയുടെ പ്രത്യേക സമ്മേളനം 1948 ഡിസംബർ മാസം 10 പാരീസിൽ വിളിച്ചു ചേർത്തു. ഈ സമ്മേളനത്തിൽ വെച്ച് എന്ത് ചെയ്തു? ഐക്യരാഷ്ട്രസഭയുടെ UN ഹ്യൂമൻ റൈറ്റ്സ് ചാർട്ടർ അഥവാ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു, അഥവാ അവതരിപ്പിച്ച് പാസാക്കി എന്ന് പറയാം. ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ മനുഷ്യാവകാശ ചാർട്ടർ തയ്യാറാക്കിയത്, ഡ്രാഫ്റ്റ് ചെയ്തത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി എന്ന കാനഡക്കാരനാണ്. ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറയുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ UN ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയും. രൂപീകൃതമായത് 1946 ആസ്ഥാനമായ ജനീവ. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മാനവരാശിയുടെ സുപ്രധാന അധ്യായമായി കണക്കാക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു. ആ മനുഷ്യാവകാശ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി എന്ന കാനഡക്കാരൻ. ആകെ 47 അംഗരാഷ്ട്രങ്ങളാണ് നിലവിൽ ഉള്ളത്. ഈ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ, ഇമ്പോർട്ടന്റ് ആണ്, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ. ചെറിയൊരു വാക്ക് മാത്രം മാറ്റി. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ എന്ന പേര് എന്നാക്കി മാറ്റി ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ എന്നാക്കി മാറ്റി. എന്നാണ് മാറ്റുക? 2006 മാർച്ച് മാസം 15 അപ്പോ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ പിൻഗാമി എന്ന് കണക്കാക്കുന്നത് എന്തിനെ? ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലാണ്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്നാ രൂപീകരിക്കുന്നത് 2006 മാർച്ച് 15 ഓക്കെ അല്ലെ? മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്ഥാപനമുണ്ട്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ. ഓരോ രാജ്യത്തും ഈ സ്ഥാപനത്തിന്റെ പ്രതിനിധികളുണ്ട്, നയതന്ത്രജ്ഞരുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പേര്, ആ സ്ഥാപനത്തിന്റെ പേര് എന്തെന്നിട്ടിരിക്കുന്നത്? വിദേശകാര്യ നയതന്ത്രജ്ഞനുണ്ട് എന്നർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായി മറ്റൊരു രാജ്യത്ത് സേവനം ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഹൈ കമ്മീഷണർ എന്ന് വിളിക്കുക, അല്ലെ? കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രം അത് അംബാസിഡർ എന്ന് വിളിക്കും, അല്ലെ? നമുക്കറിയാം. ഗുഡ്. ആണ് നമ്മൾ പറയുന്നു അന്തർദേശീയ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ മാസം 10 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം? 1950 മുതൽ. എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കാം? ഐക്യരാഷ്ട്രസഭ 1948 ഡിസംബർ മാസം 10 മനുഷ്യാവകാശ പ്രഖ്യാപനം അവതരിപ്പിച്ചില്ലേ, അംഗീകരിച്ചില്ലേ? അതിന്റെ ഓർമ്മ നിലനിർത്തുവാനായിട്ട്. ആ ഓരോ വർഷവും നമ്മൾ ആചരിക്കുമ്പോൾ മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടണം. രാഷ്ട്രങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം തുടങ്ങിയ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ്.
ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി പ്രഖ്യാപിച്ചത് 1968 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ഐക്യരാഷ്ട്രസഭ കണക്കാക്കുന്ന ഡിസംബർ 10. ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1950 അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി കണക്കാക്കുന്നത് എന്നാണ് 1968. സെറ്റ് അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? യെസ്, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, രൂപീകരിക്കപ്പെട്ടത് 1946, ആസ്ഥാനം ജനീവ. 1948 ഡിസംബർ 10 പാരീസിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലാണ് മാനവരാശിയുടെ സുപ്രധാന അധ്യായമായി കണക്കാക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുക അഥവാ അംഗീകരിക്കുക അഥവാ സ്വീകരിക്കുക. ഈ മനുഷ്യാവകാശ ചാർട്ടർ അഥവാ മനുഷ്യാവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി എന്ന കാനഡക്കാരൻ. സെറ്റ് അല്ലേ? ആകെ അംഗസംഖ്യ 47. പിൻഗാമി എന്ന് കണക്കാക്കുന്നത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലിന്റെ. ഈ ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ രൂപം കൊണ്ടത് എന്ന 2006 മാർച്ച് 15. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സ്ഥാപനമാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ 10 നമ്മൾ പറഞ്ഞു അല്ലെ? ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് 1950. അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി കണക്കാക്കുന്നത് 1968. സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഒരു സ്വതന്ത്ര ഏജൻസി പഠിച്ചു. നമ്മൾ പറയുന്നു ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നത് അഭയാർത്ഥികൾക്കാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ഏറ്റവും സടുലമായ പ്രവർത്തനങ്ങൾ വേണ്ടി വരുന്നത് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാറുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് തുടക്കം കുറിച്ചത് 1950 ഡിസംബർ 14. ആസ്ഥാനം ജനീവ തന്നെയാണ്. ലക്ഷ്യം ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ ആരാണ്? സ്വന്തമായി താമസിക്കാൻ കഴിയാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുന്നവരെ അല്ലെങ്കിൽ കുടിയേറുന്നവരെയാണ് നമ്മൾ അഭയാർത്ഥികൾ എന്ന് വിളിക്കുക. അങ്ങനെ പലായനം ചെയ്യുന്നതിന്റെ കാരണം ചിലപ്പോ പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായ ആഭ്യന്തര കലാപങ്ങളോ യുദ്ധങ്ങളോ ആയിരിക്കാം. ജീവനെയും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള നെട്ടോട്ടം. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുവാനും അത്തരം അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ലോകത്തെ പല രാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നുണ്ട് അല്ലെ? ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയുടെ ആസ്ഥാനം ഇവിടെ തന്നെയാ ജനീവ തന്നെയാണ്. അഭയാർത്ഥി കമ്മീഷന്റെ ആസ്ഥാനം ഇവിടെ തന്നെ ജനീവ തന്നെ. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. യെസ്, അടുത്ത് പറയുന്നു ഐക്യരാഷ്ട്രസഭ ലോക അഭയാർത്ഥി വർഷമായി ആചരിച്ചത് 1959. ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് ജൂൺ 20 ഏത് വർഷം മുതൽ? 2001 മുതൽ. PSC ഇമ്പോർട്ടന്റ് ആണ്. PSC സ്ഥിരമായിട്ട് ഈ വർഷം ചോദിച്ച ചോദ്യമാണ്. ലോക അഭയാർത്ഥി ദിനം എന്നാണ് ജൂൺ 20. ഏത് വർഷം മുതൽ ആചരിക്കുന്നു? 2001 മുതൽ. സ്വാഭാവികമായിട്ട് അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി തന്നെയല്ലേ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷണർ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസിന് 2 തവണ സമാധാന നോബൽ ലഭിച്ചു. 1954 1981. സെറ്റാണേ. അപ്പൊ ലോക അഭയാർത്ഥി വർഷം 1959-60. ലോക അഭയാർത്ഥി ദിനമായി കണക്കാക്കുന്ന ജൂൺ 20 2001 മുതൽ ആചരിക്കുന്നു. സമാധാന നോബൽ പുരസ്കാരം നേടിയത്, സമാധാന നോബൽ പുരസ്കാരം 2 വർഷം 1954 1981. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ്. സ്ഥാപിതമായത് 1950 ഡിസംബർ 14. ആസ്ഥാനം ജനീവയാണ്. ലക്ഷ്യം ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ഈവൻ ലോക അഭയാർത്ഥി വർഷമായി കണക്കാക്കുന്നത് 1959-60. ലോക അഭയാർത്ഥി ദിനമായി കണക്കാക്കുന്നത് ജൂൺ 20. ഏത് വർഷം തൊട്ട്? 2001 മുതൽ. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് 2 തവണയാണ്, 1954 1981. അടുത്ത് പറയുന്നു അന്താരാഷ്ട്ര അണുശക്തി സംഘടന, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ
നമുക്കറിയാം നമ്മൾ ലോകമഹായുദ്ധങ്ങൾ പഠിച്ചതാണ് അല്ലെ. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴും രാജ്യങ്ങൾക്ക് വീണ്ടും ഒരു യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ജർമ്മനിയും ഇറ്റലിയും വീണ്ടും ലോകത്തെ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. ജപ്പാനും അതോടുകൂടി ചേർന്നപ്പോ ലോകം മൊത്തം എല്ലാ വൻകരകളിലും യുദ്ധത്തിന്റെ പ്രകമ്പനമുണ്ടായി. അതിന്റെ ഫലവും എന്ത് തന്നെയായിരുന്നു? വ്യത്യാസമായിരുന്നില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് പോയതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോയി. ആ രണ്ടാം ലോക മഹായുദ്ധത്തില് ഏറ്റവും ഹീനമായ നടപടിയെന്ന് ഇന്നും ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് അമേരിക്ക ജപ്പാനിൽ വർഷിച്ച അണുബോംബാണ്. ആ ആറ്റം ബോംബ് വർഷിച്ചിട്ട് ഇപ്പോ ഏകദേശം 80 വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും ആ അണുബോംബിന്റെ അണുവിസരണങ്ങളേറ്റ് ഇന്നും ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് അംഗപരിമിതം അല്ലെങ്കിൽ വികലാംഗരായിട്ട് ജനിക്കുന്നു. ഒട്ടനവധി അസുഖങ്ങളും പേറി ജനിക്കുന്നു ഒരു കുട്ടി പോലും. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആണവ ബോംബ് ഉപയോഗിക്കരുത് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു അന്താരാഷ്ട്ര അണുശക്തി സംഘടന. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഇന്നും ജപ്പാനിലെ നാഗാസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബിന്റെ വിസരണമേറ്റ് ജീവിക്കുന്ന ജനതയെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഹിബാകുഷകൾ അല്ലെ. യെസ്. അപ്പോൾ അന്താരാഷ്ട്ര അണുശക്തി സംഘടന, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് 1957 ജൂലൈ മാസം 29-ന്. ആസ്ഥാനം ഓസ്ട്രിയയിലെ വിയന്നയാണ്. ലക്ഷ്യം ആണവോർജം മാനവരാശിയുടെ സമാധാനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആയുധമായിട്ടല്ല, മറിച്ച് ഊർജ്ജോൽപാദനത്തിന് വേണ്ടി ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ആയുധത്തിന് വേണ്ടി ആണവോർജം ഉപയോഗിക്കരുത്. അത്രയും ഹാനികരമായ മറ്റൊരു ആയുധമില്ല എന്ന് പറയേണ്ടി വരും. അത്രയും ഡേഞ്ചറസ് ആണ്. ഈ ആറ്റം ബോംബിനെക്കാളും ഡേഞ്ചറസ് ആണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുക. അതും ലോകത്ത് ഇനി ഉപയോഗിക്കാതിരിക്കട്ടെ. ഓക്കെ. ആപ്തവാക്യം എന്ന് പറയുന്നത് ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. വികസനത്തിനും സമാധാനത്തിനും വേണ്ടി മാത്രം ആണവോർജം ഉപയോഗിക്കുക. യുദ്ധക്കെടുതികൾക്ക് കാരണമായി തീരരുത്. ആണവോർജം സമാധാനത്തിനും വികസനത്തിനും വേണ്ടി മാത്രമാണ് എന്നതാണ് അന്താരാഷ്ട്ര അണുശക്തി സംഘടനയുടെ ആപ്തവാക്യം. 2005 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. നിലവിലെ അംഗരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് 178-മാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അന്താരാഷ്ട്ര അണുശക്തി സംഘടന സ്ഥാപിതമായത് 1957 ജൂലൈ 29. ആസ്ഥാനം ഓസ്ട്രേലിയ വിയന്നയാണ്. ലക്ഷ്യം ആണവോർജം മാനവരാശിയുടെ സമാധാനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ആപ്തവാക്യം എന്താ? ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. ആണവോർജം സമാധാനത്തിനും വികസനത്തിനും. 2005 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. നിലവിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് 178. അവിടെ നമ്മൾ പറയുന്നു ഐക്യരാഷ്ട്ര വികസന പദ്ധതി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP. സ്ഥിരം PSC ആവർത്തിക്കുന്ന ഒരു ചോദ്യ മേഖലയാണ് അല്ലേടാ. ഐക്യരാഷ്ട്ര വികസന പദ്ധതി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP സ്ഥാപിതമായത് 1965 നവംബർ മാസം 22-ന്. ആസ്ഥാനം ന്യൂയോർക്കാണ്. ലക്ഷ്യം പ്രകൃതി സമ്പത്തും മനുഷ്യ വിഭവശേഷിയും വർദ്ധിപ്പിക്കുവാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. ആ വാക്കാ ഇമ്പോർട്ടന്റ്. സമ്പന്ന രാജ്യങ്ങളെ സഹായിക്കാനാണോ? അല്ല. വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. അപ്പോൾ പ്രകൃതി സമ്പത്തും മനുഷ്യ വിഭവശേഷിയും വർദ്ധിപ്പിക്കുവാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക എന്നതാണ് ആരുടെ ലക്ഷ്യം? ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോ മനുഷ്യ വിഭവശേഷി ഇന്നിവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുവാൻ ഈ ഐക്യരാഷ്ട്രസഭയുടെ വികസന പദ്ധതി സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് മോണിറ്റർ ചെയ്യണ്ടേ? മനുഷ്യ വിഭവശേഷി വർദ്ധിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യണ്ടേ? വേണമല്ലോ. അതിനുവേണ്ടി ഐക്യരാഷ്ട്ര വികസന പദ്ധതി ഒരു അന്തർദേശീയ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 1990 മുതൽ മാനവശേഷി വികസന റിപ്പോർട്ട് അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. എന്താണ് രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിന് മാനദണ്ഡമാക്കുന്നത്? പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. 1 സാക്ഷരത, 2 വിദ്യാഭ്യാസം, 3 ആയുർദൈർഘ്യം, 4 ജീവിത നിലവാരം. 2025 മാനവ വികസന സൂചിക അനുസരിച്ച് 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡും ഇന്ത്യയുടെ സ്ഥാനം 130-ാമതുമാണ്. അപ്പോൾ മറക്കരുത്, 1990 മുതലാണ് മാനവ വികസന റിപ്പോർട്ട് ആര് പ്രസിദ്ധീകരിക്കുന്നത്? ഐക്യരാഷ്ട്രസഭയുടെ
ഐക്യരാഷ്ട്രസഭയുടെ വികസന പദ്ധതി UNDP പ്രസിദ്ധീകരിക്കുക. എന്തൊക്കെയാണ് അടിസ്ഥാന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്? സാക്ഷരത, വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ജീവിത നിലവാരം എന്നിവ. 2025 മാനവ വികസന സൂചികയിൽ ഒന്നാമത് ഐസ്ലാൻഡും, ഇന്ത്യ 130മാണ്. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാ? ഐക്യരാഷ്ട്ര വികസന പദ്ധതി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP സ്ഥാപിതമായത് 1965 നവംബർ 22. ആസ്ഥാനം ന്യൂയോർക്കാണ്. ലക്ഷ്യം പ്രകൃതി സമ്പത്തും മനുഷ്യ വിഭവശേഷിയും വർദ്ധിപ്പിക്കുവാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. 1990 മുതൽ മാനവശേഷി വികസന റിപ്പോർട്ട് അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിന് മാനദണ്ഡമാക്കുന്നത് സാക്ഷരത, വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ജീവിത നിലവാരം എന്നിവ. 2025 മാനവ വികസന സൂചികയിൽ ഒന്നാമത് ഐസ്ലാൻഡ് ആണ്. ഇന്ത്യ 130ാമത്. സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സ്വതന്ത്ര ഏജൻസികൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതത്രയും നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് ബാക്കി പഠിച്ചാലോ? യെസ്, റിവിഷൻ ചെയ്തുറപ്പിക്കാം. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1946. ആസ്ഥാനം ജനീവയാണ്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മനുഷ്യരാശിയുടെ സുപ്രധാന അധ്യായമായി കണക്കാക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം അഥവാ മനുഷ്യാവകാശ ചാർട്ടർ അംഗീകരിച്ചു. മനുഷ്യാവകാശ ചാർട്ടറിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രിയാണ്. കാനഡയിൽ ജനിച്ച വ്യക്തി. അംഗസംഖ്യ 47. പിൻഗാമിയെ കണക്കാക്കുന്നത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ 2006 മാർച്ച് മാസം 15 രൂപീകരിക്കപ്പെട്ടു. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UN സ്ഥാപനമാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ. അന്തർദേശീയ മനുഷ്യാവകാശ ദിനം നിലവിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ 10. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിച്ചു തുടങ്ങിയത് 1950 മുതൽ. അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി കണക്കാക്കുന്നത് 1968. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് സ്ഥാപിതമായത് 1950 ഡിസംബർ 14. ആസ്ഥാനം ജനീവയാണ്. ലക്ഷ്യം ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. UN ലോക അഭയാർത്ഥി വർഷമായി കണക്കാക്കുന്നത് 1959-60. ലോക അഭയാർത്ഥി ദിനമായി കണക്കാക്കുന്നത് ജൂൺ 20 2001 മുതൽ. സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് 2 വർഷം 1954 1981. അന്താരാഷ്ട്ര അണുശക്തി സംഘടന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് 1957 ജൂലൈ 29. ആസ്ഥാനം ഓസ്ട്രേലിയയിലെ വിയന്ന. ലക്ഷ്യം ആണവോർജം മാനവരാശിയുടെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആപ്തവാക്യം ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്. ആണവോർജം സമാധാനത്തിനും വികസനത്തിനും. 2005 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. നിലവിലെ അംഗരാജ്യങ്ങൾ 178. ഐക്യരാഷ്ട്ര വികസന പദ്ധതി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP സ്ഥാപിതമായത് 1965 നവംബർ 22. ആസ്ഥാനം ന്യൂയോർക്കാണ്. ലക്ഷ്യം പ്രകൃതി സമ്പത്തും മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുവാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. 1990 മുതൽ മാനവശേഷി വികസന റിപ്പോർട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിന് 4 കാര്യങ്ങളാണ് മാനദണ്ഡമാക്കുക: സാക്ഷരത, വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, പിന്നെ ജീവിത നിലവാരവും. 2025 മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡാണ്. ഇന്ത്യ 130ാമത്. അടുത്ത നമ്മൾ പഠിക്കുന്നു ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി. നമ്മൾ സ്ഥിരം PSC ചോദ്യമേഖലയിൽ കാണുന്ന ഒരു ചോദ്യമേഖലയാണ് അല്ലെ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP സ്ഥാപിതമായത് 1972 ജൂൺ മാസം 5. ഇവിടെ കെനിയയിലെ നെയ്റോബിയിൽ. ഓക്കെ, അപ്പൊ സ്ഥാപിതമായത് 1972 ജൂൺ മാസം 5 എവിടെ? കെനിയയിലെ നെയ്റോബി. മുദ്രാവാക്യം എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ്. പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണമാണ് പ്രധാന ലക്ഷ്യമായതുകൊണ്ട് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം സ്ഥാപിതമായ 1972 ജൂൺ 5 ഓർമ്മ പുതുക്കുവാനായിട്ട് എല്ലാ വർഷവും ജൂൺ 5 എന്തായി കണക്കാക്കുന്നു?
ലോക പരിസ്ഥിതി ദിനമായി കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം UNEP സ്ഥാപിതമായ 1972 ജൂൺ 5 അതിന്റെ ഓർമ്മ നിലനിർത്തുവാൻ എല്ലാ വർഷവും ജൂൺ 5 എന്തായിട്ട് കണക്കാക്കുന്നു? ലോക പരിസ്ഥിതി ദിനം. ശരിയാണേ, മറക്കില്ല എന്ന് കരുതിക്കോട്ടെ, ഇമ്പോർട്ടന്റ് ആണേ. അടുത്ത നമ്മൾ പഠിക്കുന്നു ലോക ജനസംഖ്യാ നിധി, ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി, യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്. സ്ഥാപിതമായത് 1969. ആസ്ഥാനം ന്യൂയോർക്കാണ്. ലക്ഷ്യം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പരിഹരിക്കുക. അവിടെ പരിപാടികൾ പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടികൾ പരിഹരിക്കുകയോ, അതെ, പദ്ധതികൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്തുക എന്നർത്ഥം. പദ്ധതികളെ തന്നെയാണ് പരിപാടികൾ എന്ന് പറയുക. ലോക ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്. കുറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അതും കുഴപ്പമാണ്. അതുകൊണ്ട് അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചൈനയില് 1980കളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് ഒരു കുടുംബത്തിൽ 1 അല്ലെങ്കിൽ പരമാവധി 2 കുട്ടികൾ മാത്രമേ ആകാവൂ എന്ന കർശന വ്യവസ്ഥ വെച്ചു. പിന്നീട് അത് ഒരു കുട്ടിയായി മാറ്റപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഇക്കാലയളവില് ചൈനയില് യുവാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി. അത് ചൈനയെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. അത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന രാജ്യങ്ങൾക്ക് ഒരു സന്തുലിത അവസ്ഥയിലെ ജനസംഖ്യയില്. അപ്പൊ അത്തരം പദ്ധതികൾ ആൾറെഡി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയില് 1995 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്ത് ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് നമ്മുടെ ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു പ്രസിദ്ധമായ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. നാം 2 നമുക്ക് 2. 2 കുട്ടികൾ അതിൽ കൂടുതൽ പാടില്ല എന്ന രീതിയിൽ. നമ്മൾ കണ്ടീഷനൊന്നും വെച്ചില്ല. ചൈനയിലെ നിയമനിർമ്മാണം നടത്തി. ഇവിടെ ജസ്റ്റ് പ്രചരണം നടത്തി എന്ന് മാത്രം. അപ്പോഴും യുവാക്കളുടെ എണ്ണം ഇപ്പൊ നിലവിൽ കൂടുതലാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ സെൻസസിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാല് ജനന നിരക്ക് മറ്റ് വർഷങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു പോയി എന്നത് കണക്കാക്കാം. ഭാവിയില് ഒരു 10, 15 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് രാജ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം പദ്ധതികൾ ഒരുപാട് രാജ്യങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളില് എന്ത് ചെയ്യുക? തെറ്റായി പോയത് തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണം. വേണ്ടേ? ജനസംഖ്യ ഏതെങ്കിലും രാജ്യത്ത് കൂടിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ കുടിയേറ്റമുണ്ടാകും. അത് സാമ്പത്തിക അസ്ഥിരതയ്ക്ക് ഇടയാക്കാം. അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാകാം. ഇതൊക്കെ പരിഹരിക്കപ്പെടണം. അപ്പൊ ഇതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ ലോകത്തുണ്ട്. ഇപ്പൊ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി പദ്ധതികളുണ്ട്, ഇല്ലേ? അപ്പൊ അത്തരം പദ്ധതികളില് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുക. അപ്പൊ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പരിഹരിക്കുക. വിവിധ രാജ്യങ്ങൾ ഒരുപാട് പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് അഥവാ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികൾ കൃത്യമായി പ്രാവർത്തികമാക്കുക അല്ലെങ്കിൽ പോരായ്മകൾ പരിഹരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരിക എന്നർത്ഥം. ഓക്കെ, യെസ്. അന്താരാഷ്ട്ര വ്യോമയാന സംഘടന, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1947 ഏപ്രിൽ 4 ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതെ, അത് ആ മോൺട്രിയൽ എന്ന സ്ഥലത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി ആയതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുക. ഇത് ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. ലക്ഷ്യം ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിരമായ വളർച്ച സുഗമമാക്കുക. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ആ രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയില് ഇന്ത്യൻ വിമാനത്തിന് സുരക്ഷ ഒരുക്കണം. ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷ ഒരുക്കണം, അല്ലെ? അപ്പൊ ഒരു അന്തർദേശീയ സഹകരണം ആവശ്യമാണ് ഇന്നത്തെ ആധുനിക ലോകത്ത്, അല്ലെ? യെസ്. അപ്പൊ അന്താരാഷ്ട്ര വ്യോമയാന സംഘടന, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1947 ഏപ്രിൽ 4. ലക്ഷ്യം ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിരമായ വളർച്ച സുഗമമാക്കുക. അന്താരാഷ്ട്ര വ്യോമയാന ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ മാസം 7. അത് ഓർമ്മിച്ചു വെച്ചേക്കണേ. അന്താരാഷ്ട്ര വ്യോമയാന ദിനമായി കണക്കാക്കുന്നതാണ് ഡിസംബർ മാസം 7. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കഴിഞ്ഞ സ്ലൈഡും ഈ സ്ലൈഡും ചേർത്ത്. ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി സ്ഥാപിതമായത് 1969, ആസ്ഥാനം ന്യൂയോർക്ക്. ലക്ഷ്യം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പരിഹരിക്കുക. അന്താരാഷ്ട്ര വ്യോമയാന സംഘടന, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത്
1947 ഏപ്രിൽ 4. ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. ലക്ഷ്യം ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിരമായ വളർച്ച സുഗമമാക്കുക. അന്താരാഷ്ട്ര വ്യോമയാന ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ 7. അവിടെ നമ്മൾ പറയുന്നു യുഎൻ വിമൻ, വനിതകൾക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സമിതി രൂപീകരിച്ചു. യുഎൻ വിമൻ എന്ന സ്ഥാപനം രൂപീകൃതമായത് 2010 ജൂലൈ മാസം. ആസ്ഥാനം ന്യൂയോർക്കാണ്. എന്തിനു വേണ്ടി? സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഐക്യരാഷ്ട്രസഭയുടെ വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഏജൻസി. ഓക്കെ, ആ വനിതകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഏജൻസിയാണ്. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായി ഐക്യരാഷ്ട്രസഭ ഉടമ്പടി ഒപ്പുവെച്ചത് 1979 അതായത് ഓരോ രാജ്യങ്ങളും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തണം എന്നാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് തന്നെ അന്തർദേശീയ വനിതാ വർഷമായി കണക്കാക്കുന്നതും ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ വർഷമായി കണക്കാക്കുന്നതും എന്ന് തന്നെ അന്തർദേശീയ വനിതാ വർഷമായി കണക്കാക്കുന്നത് എന്ന് തന്നെ 1979 തന്നെ. ഓക്കെ അല്ലേ? അപ്പോ യുഎൻ വിമൻ സ്ഥാപിതമായത് 2010 ജൂലൈ. ആസ്ഥാനം ന്യൂയോർക്ക്. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക ഏജൻസി. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായി യുഎൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1979 ഐക്യരാഷ്ട്രസഭയുടെ വനിതാ വർഷമായി കണക്കാക്കുന്നത് എന്ന് തന്നെ 1979 തന്നെ. സെറ്റാണേ. അടുത്ത പറയുന്നു ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി. യുഎൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. സ്ഥാപിതമായത് 1964 ഡിസംബർ മാസം 30. ആസ്ഥാനം ജനീവ. മനുഷ്യാവകാശ സംഘടന ആസ്ഥാനം ജനീവയാണ്. അഭയാർത്ഥി കമ്മീഷന്റെ ആസ്ഥാനം ജനീവയാണ്. ഇവിടെ ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതിയുടെ ആസ്ഥാനവും ഇവിടെ തന്നെ ജനീവ തന്നെ. യുഎൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. ലക്ഷ്യം വ്യാപാരത്തിലൂടെ വികസ്വര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക. വികസിത രാഷ്ട്രങ്ങളുടെയും വികസ്വര രാഷ്ട്രങ്ങളുടെയും സാമ്പത്തികം മെച്ചപ്പെടുത്തണം. എങ്ങനെ? വ്യാപാരത്തിലൂടെ, ട്രേഡിലൂടെ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആഗോളവൽക്കരണം നമുക്കറിയാം അല്ലെ, എക്കണോമിക്സിൽ പഠിക്കാറുണ്ട്. ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, ഇവയിലൂടെയൊക്കെ ഏതൊക്കെ വിധത്തിൽ രാജ്യത്തിന് വ്യാപാരത്തിലൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയിലേക്ക് നയിക്കാൻ കഴിയും എന്നത് ചർച്ച ചെയ്യുവാനും അതിന്മേൽ തീരുമാനം കൈക്കൊള്ളുവാനും അതിന്റെ തുടർച്ചയെന്നോണം ഉടമ്പടികൾ ഒപ്പുവെച്ച് രാജ്യങ്ങൾ പരസ്പര സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ്, ഒരു കോൺഫറൻസ് ആണ് എന്റെ പേരിൽ അറിയപ്പെടുക ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി അറിയപ്പെടുക. ഓക്കെ, അപ്പൊ ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി സ്ഥാപിതമായത് 1964 ഡിസംബർ 30. ആസ്ഥാനം ജനീവ. ലക്ഷ്യം വ്യാപാരത്തിലൂടെ വികസ്വര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക എന്നതാണ്. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പറയുന്നു ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. സ്ഥാപിതമായത് 1944. ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. അംഗസംഖ്യ 193. ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിര വളർച്ച ഉറപ്പുവരുത്തുക എന്നർത്ഥം. ഓക്കെ, മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോ നിങ്ങൾ വിചാരിക്കും കുറച്ച് മുമ്പ് നമ്മൾ എന്തോരെണ്ണം പഠിച്ചില്ലേ സാറേ? അതെന്താ? അന്താരാഷ്ട്ര വ്യോമയാന സംഘടന അല്ലെ, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. 1947 ഏപ്രിൽ 4 രൂപീകരിച്ചു. എന്തായിട്ട്? നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസി ആയിട്ട്. അതിന്റെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്നതാണ് ഈ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. യഥാർത്ഥത്തിൽ ആരംഭിച്ചത് 1944 ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായി മാറുന്നത് എന്നാണ് 1947 ഏപ്രിൽ മാസം 4. NCERT പുസ്തകത്തിൽ ഇതിന് 2 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ആയിട്ട് നിങ്ങൾക്ക് തന്നത്. തൊട്ടടുത്ത് തന്നെ കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ച് ഇടയ്ക്ക് നമ്മൾ മറ്റൊരു ഏജൻസിയെ കൂടെ ഉൾപ്പെടുത്തിയത് മാത്രം കേട്ടോ. അപ്പോൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO യഥാർത്ഥത്തിൽ 44 രൂപീകരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ യുഎൻ ഏജൻസി ആയിട്ട് മാറുന്നത് ഏത് വർഷം? 1947
ഏപ്രിൽ മാസം 4-ാം തീയതി. ഓക്കെ, അന്താരാഷ്ട്ര വ്യോമയാന ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ 7-ാം തീയതി. നമ്മളത് പഠിച്ചിരുന്നു. ശരിയല്ലേ? ആണോ? ഓർക്കുന്നുണ്ടോ? ദാ നോക്കി, അന്താരാഷ്ട്ര വ്യോമയാന സംഘടന, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത്, അതായത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായി സ്ഥാപിതമായത് 47 ഏപ്രിൽ 4. ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. ലക്ഷ്യം ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിരമായ വളർച്ച സുഗമമാക്കുക. അന്താരാഷ്ട്ര വ്യോമയാന ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ 7-മാണ്. ഓക്കെ, അത് യഥാർത്ഥത്തിൽ എന്നാ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1944 എന്ന് പറയുക. അത്രമാത്രം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? നമ്മൾ അവസാനം പഠിച്ച കാര്യങ്ങൾ. യെസ്, ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി, UN എൻവയോൺമെന്റ് പ്രോഗ്രാം, UNEP സ്ഥാപിതമായത് 1972 ജൂൺ മാസം 5-ാം തീയതി. ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ്. മുദ്രാവാക്യം എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ്. ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഏറ്റെടുത്ത് നടപ്പിലാക്കുക. ലോക പരിസ്ഥിതി ദിനമായി കണക്കാക്കുന്നത് ജൂൺ മാസം 5-ാം തീയതി. ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി സ്ഥാപിതമായത് 1969. ആസ്ഥാനം ന്യൂയോർക്കാണ്. ലക്ഷ്യം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പരിപാടികൾ പരിഹരിക്കുക. അന്താരാഷ്ട്ര വ്യോമയാന സംഘടന, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1947 ഏപ്രിൽ മാസം 4-ാം തീയതി. എന്നാൽ യഥാർത്ഥത്തിൽ സ്ഥാപിതമായ 44-ാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായി മാറുന്നത് 47 ഏപ്രിൽ 4. അതാണ് ഞാൻ അവിടെ പ്രാധാന്യം കൊടുത്ത് പറയുക. ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. ലക്ഷ്യം ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിരമായ വളർച്ച സുഗമമാക്കുക. അന്താരാഷ്ട്ര വ്യോമയാന ദിനമെന്ന് പറയുന്നത് ഡിസംബർ മാസം 7-ാം തീയതി. UN വിമൻ സ്ഥാപിതമായത് 2010 ജൂലൈ. ആസ്ഥാനം ന്യൂയോർക്കാണ്. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക ഏജൻസി. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഒരു ഭരണകൂടത്തിന്റെ കടമയായി ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1979 അല്ലെങ്കിൽ നമുക്ക് പറയാം ഐക്യരാഷ്ട്രസഭ വനിതാ വർഷമായി ആചരിച്ചത് 1979 സെറ്റാണേ. അടുത്ത് പറയുന്നു ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി, UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപിതമായത് 1964 ഡിസംബർ 30. ആസ്ഥാനം ജനീവ. ലക്ഷ്യം വ്യാപാരത്തിലൂടെ വികസ്വര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക എന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളൊന്ന് പഠിച്ച സ്വതന്ത്ര ഏജൻസികൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1946. ആസ്ഥാനം ജനീവയാണ്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ മാനവരാശിയുടെ സുപ്രധാന അധ്യായമായ മനുഷ്യാവകാശ ചാർട്ടർ അംഗീകരിച്ചു. ഈ ചാർട്ടർ തയ്യാറാക്കിയത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി എന്ന കാനഡക്കാരൻ. അംഗസംഖ്യ 47 പിൻഗാമിയായി കണക്കാക്കുന്നത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിൽ, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്ന രൂപീകരിക്കപ്പെട്ട 2006 മാർച്ച് മാസം 15-ാം തീയതി. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UN സ്ഥാപനമാണ് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് ഓഫ് ദ ഹൈ കമ്മീഷണർ. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ 10. UN മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത് 1950. അന്തർദേശീയ മനുഷ്യാവകാശ വർഷമായി കണക്കാക്കുന്നത് 1968. ഐക്യരാഷ്ട്ര അഭയാർത്ഥി കമ്മീഷൻ, യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് സ്ഥാപിതമായത് 1950 ഡിസംബർ 14. ആസ്ഥാനം ജനീവയാണ്. ലക്ഷ്യം ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. UN ലോക അഭയാർത്ഥി വർഷമായി കണക്കാക്കിയത് 1959-60 വർഷങ്ങൾ. ലോക അഭയാർത്ഥി ദിനമായി കണക്കാക്കുന്നത് ജൂൺ 20, 2001. സമാധാന നോബൽ ലഭിച്ചത് 1954-ലും 1981-ലും. അന്താരാഷ്ട്ര അണുശക്തി സംഘടന, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥാപിതമായത് 1957 ജൂലൈ 29. ആസ്ഥാനം ഓസ്ട്രേലിയയിലെ വിയന്ന. ലക്ഷ്യം ആണവോർജം മാനവരാശിയുടെ സമാധാനത്തിന് വേണ്ടി വിനിയോഗിക്കുക. ആപ്തവാക്യം ആറ്റം ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ്, ആണവോർജം സമാധാനത്തിനും വികസനത്തിനും. 2005 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചു. നിലവിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 178. ഐക്യരാഷ്ട്ര വികസന പദ്ധതി, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP സ്ഥാപിതമായത് 1965 നവംബർ 22. ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്കാണ്. ലക്ഷ്യം പ്രകൃതി സമ്പത്തും മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുവാൻ വികസ്വര രാജ്യങ്ങളെ സഹായിക്കുക. 1990 മുതൽ മാനവശേഷി വികസന റിപ്പോർട്ട് അഥവാ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. രാജ്യങ്ങളുടെ മാനവശേഷി നിർണ്ണയിക്കുന്നതിനെ മാനദണ്ഡമാക്കുന്നത് 4 കാര്യങ്ങളാണ്.
സാക്ഷരത, വിദ്യാഭ്യാസം, ആയുർദൈർഘ്യം, ജീവിത നിലവാരം. 2005 മാനവ വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡാണ്. ഇന്ത്യ 130-ാമത്. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പദ്ധതി UN എൻവയോൺമെന്റ് പ്രോഗ്രാം സ്ഥാപിതമായത് 1972 ജൂൺ മാസം 5-ാം തീയതി. ആസ്ഥാനം കെനിയയിലെ നെയ്റോബിയാണ്. മുദ്രാവാക്യം എൻവയോൺമെന്റ് ഫോർ ഡെവലപ്മെന്റ്. ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഏറ്റെടുത്ത് നടപ്പിലാക്കുക. ലോക പരിസ്ഥിതി ദിനമായി കണക്കാക്കുന്നത് ജൂൺ മാസം 5-ാം തീയതി. ഐക്യരാഷ്ട്ര ജനസംഖ്യാ നിധി സ്ഥാപിതമായത് 1969. ആസ്ഥാനം ന്യൂയോർക്കാണ്. ലക്ഷ്യം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അഥവാ പരിപാടികളിലെ ന്യൂനതകൾ പരിഹരിക്കുക. അന്താരാഷ്ട്ര വ്യോമയാന സംഘടന സ്ഥാപിതമായത് 1947 ഏപ്രിൽ 4. ആസ്ഥാനം കാനഡയിലെ മോൺട്രിയലാണ്. ലക്ഷ്യം ആഗോള സിവിൽ വ്യോമയാന മേഖലയുടെ സുസ്ഥിരമായ വളർച്ച സുഗമമാക്കുക. അന്താരാഷ്ട്ര വ്യോമയാന ദിനമായി കണക്കാക്കുന്നത് ഡിസംബർ 7. ഓക്കെ, ഈ സംഘടന യഥാർത്ഥത്തിൽ 44 സ്ഥാപിതമായെങ്കിലും 47 ഏപ്രിൽ 4 ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായിട്ട് മാറുക. UN വിമൺ സ്ഥാപിതമായത് 2010 ജൂലൈ. ആസ്ഥാനം ന്യൂയോർക്കാണ്. സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക ഏജൻസി. സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ കടമയായി ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടി ഒപ്പുവെക്കപ്പെട്ടത് 1979 അതുകൊണ്ട് തന്നെ അന്തർദേശീയ വനിതാ വർഷമായി കണക്കാക്കുന്നതും എന്ന് തന്നെ 1979. ഐക്യരാഷ്ട്ര വ്യാപാര വികസന ചർച്ചാ സമിതി UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപിതമായത് 1964 ഡിസംബർ 30. ആസ്ഥാനം ജനീവയാണ്. ലക്ഷ്യം വ്യാപാരത്തിലൂടെ വികസ്വര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്തുക. സെറ്റാണേ. അപ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത് പഠിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭ നമ്മളെല്ലാം പഠിച്ചല്ലോ. ഐക്യരാഷ്ട്രസഭ അല്ലാണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുറേ സംഘടനകളുണ്ട്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, സമാധാന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന നമുക്കെന്ത് പറയാം, ആംനസ്റ്റി ഇന്റർനാഷണൽ പറയാം, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനം പറയാം, പിന്നെ ചേരിചേര പ്രസ്ഥാനം പറയാം, അല്ലെ? അങ്ങനെ ഒരുപാട് സംഘടനകൾ ഇനി അങ്ങോട്ട് പഠിക്കാനുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഗ്രീൻ ബെൽറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെ നമ്മൾ PSCക്ക് ആവശ്യമുള്ളത്. ഒട്ടനവധി സംഘടനകളുണ്ട്. PSCക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിച്ചുറപ്പിക്കും. അതൊക്കെ PSC സ്ഥിരം ചോദ്യമേഖലയായി കാണുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഐക്യരാഷ്ട്രസഭ പഠിച്ചു. ഇനി മറ്റ് അന്തർദേശീയ സംഘടനകൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിച്ചുറപ്പിക്കാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണാം.